ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന രംഗത്ത് പുതിയ ചരിത്രം കുറിച്ച ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് കുഷയുടെ ആദ്യ പറക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ജൂലൈ 23-ന് ഒഡീസ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതും ഉയർന്ന ഉയരത്തിലുമുള്ളതുമായ വ്യോമ ഭീഷണികളെ കൃത്യമായി നിർവീര്യമാക്കാനുള്ള ശേഷിയാണ് ആദ്യ പരീക്ഷണത്തിലൂടെ കുഷ തെളിയിച്ചത്. ശത്രുക്കളുടെ സങ്കീർണമായ വ്യോമാക്രമണങ്ങളെ അനുകരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ലക്ഷ്യത്തിന് നേരെയായിരുന്നു പരീക്ഷണം. ലക്ഷ്യസ്ഥാനത്തെ മിസൈൽ കൃത്യമായി നശിപ്പിക്കുകയും പരീക്ഷണം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ശത്രു രാജ്യങ്ങളുടെ പോർ വിമാനങ്ങൾ, ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വൻകിട ശത്രു വിമാനങ്ങൾ തുടങ്ങിയവയെ ആകാശത്ത് വച്ച് തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനം. റഷ്യയുടെ S-400, അമേരിക്കയുടെ പാട്രിയറ്റ് തുടങ്ങിയ ലോകോത്തര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോട് കിടപിടിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രൊജക്ട് കുഷ. 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള 3 തലങ്ങളിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണിത്. M1, M2, M3 എന്നിങ്ങനെ 3 വ്യത്യസ്ത പ്രതിരോധ മിസൈലുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാക്രമം 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ഭീഷണികളെ നേരിടാൻ ഇവയ്ക്ക് സാധിക്കും. മാക് 5.5 വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രതിരോധ മിസൈലുകൾ ഇതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. മിസൈൽ റഡാറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തുടങ്ങിയ ഇതിന്റെ എല്ലാ പ്രധാന ഭാഗങ്ങളും DRDO ലബോറട്ടറികളും അനുബന്ധ ഇന്ത്യൻ വ്യവസായ പങ്കാളികളും സംയുക്തമായാണ് വികസിപ്പിച്ചെടുത്തത്. ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സംയോജിത വ്യോമ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി കുഷയെ ബന്ധിപ്പിക്കും. അതിർത്തിയിൽ ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുഷയുടെ കടന്നുവരവ് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കുഷ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു നാഴികക്കല്ലാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ദീർഘദൂര ഉപരിതല വായു മിസൈൽ സാങ്കേതിക വിദ്യ കൈവശമുള്ള ലോകത്തിലെ വളരെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും ഉയർന്നിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുമെന്നും രാജ്യത്തിന്റെ വ്യോമ അതിർത്തി സുരക്ഷയ്ക്ക് ഇത് വലിയ ശക്തി പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രതിരോധ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ DRDO ചെയർമാനുമായ രാജേഷ് കുമാർ സിംഗ് വിക്ഷേപണ പ്രക്രിയകൾ നേരിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ചരിത്രപരമായ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച DRDO ശാസ്ത്രജ്ഞരെയും വ്യവസായ പങ്കാളികളെയും മറ്റ് ഉദ്യോഗസ്ഥരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ശേഷം മിസൈൽ സംവിധാനം പൂർണ്ണമായും ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. സുദർശൻ ചക്ര എന്ന പേരിൽ ഇന്ത്യയിലുടനീളം വ്യോമ പ്രതിരോധ കവചം തീർക്കാനുള്ള പദ്ധതിയുടെ പ്രധാന അല്ലെങ്കിൽ സുപ്രധാന ചുവടുവെപ്പാണ് കുഷയുടെ വിജയം.